സാന്താക്രൂസ് ഡോ സ്കൂളിലെ 5000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ നിന്നും വെറും 5 ബ്ലോക്കുകൾക്ക് അകലെയുള്ള ഒരു സ്ഥലത്താണ് ഈ ബാലൻ ജനിക്കുന്നത്. തന്റെ 10ാം വയസ്സ് മുതൽ FC സാന്താക്രൂസിന്റെ ഹോം ഗ്രൗണ്ടായ എസ്റ്റോഡിയോ ഡോസ് പ്ലാറ്റിനോസിൽ കോൺക്രീറ്റ് പടികളിൽ ഒരു ഹോട്ട് ഡോഗ് കഴിച്ച് പിതാവിനൊപ്പം ടീം കളിക്കുന്നത് കാണൽ ഇവന്റെ പതിവായിരുന്നു. എന്നാൽ അവൻ കൗമാരത്തിലേക്ക് കടന്നപ്പോൾ സ്കൂൾ പഠനത്തിനും യൂണിവേഴ്സിറ്റി പഠനത്തിനും തുടർന്ന് ഒരു പത്രത്തിലും ജോലി ലഭിച്ചപ്പോൾ ആ നഗരത്തിൽ നിന്നും അവൻ ഒരുപാട് അകന്നുപോയി. ഏകദേശം 120 കിലോമീറ്റർ അകലെയുള്ള തലസ്ഥാനമായ പോർട്ടോ അലഗ്രയിലെ ജീവിതത്തിലേക്കും കളികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്കും അവന്റെ ജീവിതം അവനെ നയിച്ചു. അങ്ങനെ ഇരിക്കെയാണ് 2012-ൽ FC സാന്താക്രൂസിന് ഇപ്പോൾ അവൻ താമസിക്കുന്ന നഗരമായ ഗ്രമിയോക്കെതിരെ ഒരു അവേ മത്സരം വരുന്നത്. താൻ 10ാം വയസ്സ് മുതൽ ആരാധിച്ചിരുന്ന ക്ലബിനെ ആ ക്ലബിന്റെ കളി ഒന്നുകൂടി കാണാനുള്ള ഒരു അവസരം അവൻ വീണ്ടും സ്വപ്നം കണ്ടു. 9 മണിക്കായിരുന്നു കളി നിശ്ചയിച്ചിരുന്നത്. 8 മണിയോടെ ജോലിയിൽ നിന്നിറങ്ങി തന്റെ സാന്താക്രൂസ് ജേഴ്സി ജാക്കറ്റിൽ തിരുകി അവൻ സ്റ്റേഡിയത്തിലേക്ക് നടന്നു. കാരണം ചുറ്റുമുള്ള ധാരാളം നഗരവാസികളായിട്ടുള്ള ആളുകൾ ഗ്രമിയോയുടെ ആരാധകരായിരുന്നു. തുടർന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു, ഞാൻ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ടീമിനായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ടിക്കറ്റ് ഓഫീസിൽ ചെന്ന് സാന്താക്രൂസിന്റെ ആരാധക വൃന്ദം ഇതുവരെ ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചു. സെക്യൂരിറ്റിക്കാരൻ മറുപടി പറഞ്ഞത് ഇല്ല എന്നാണ്. സാന്താക്രൂസിൽ നിന്നും ഇവിടെ വരെ യാത്ര ചെയ്യാൻ 2 മണിക്കൂർ എടുക്കുമെന്ന് ഞാൻ കരുതി. ഒരുപക്ഷെ അവർ വൈകിയിരിക്കാം. അതിനാൽ ഞാൻ അകത്തേക്ക് പോയി കളി തുടങ്ങുന്നതും ബാക്കിയുള്ള ആരാധകർ എത്തുന്നതും കാത്തിരുന്നു. എന്നാൽ 9 മണിയായതോടെ കളി തുടങ്ങി. 5 മിനിറ്റും 10 മിനിറ്റും 15 മിനിറ്റ് കഴിഞ്ഞും സാന്താക്രൂസ് ഗാലറിയിലേക്ക് മാത്രം ആരും വന്നെത്തിയില്ല. മത്സരം പിന്നെയും മുന്നോട്ട് പോയി. FC സാന്താക്രൂസ് ആദ്യ ഗോൾ നേടി. അപ്പോൾ ആ ഗാലറിയിൽ നിന്നും ഒരാൾ മാത്രം ഗോൾ ആഘോഷിക്കുകയാണ്. അതെ, അത് അയാളാണ് 10ാം വയസ്സ് മുതൽ സാന്താക്രൂസിനെ ആരാധിച്ചിരുന്ന തിയാഗോ റക്കാണത്. കളി കാണിച്ചു കൊണ്ടിരുന്ന ക്യാമറ കണ്ണുകൾ പെട്ടെന്ന് തന്നെ എവേ എൻഡിൽ ഗോൾ ആഘോഷിക്കുന്ന ഏക വ്യക്തിയെ ശ്രദ്ധിക്കുകയും അവനെ TV സ്ക്രീനിൽ കാണിക്കുകയും ചെയ്തു. അപ്പോഴാണ് ടിയാഗോയുടെ ഫോൺ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും കോളുകളും സന്ദേശങ്ങളും കൊണ്ട് നിറഞ്ഞു തുടങ്ങിയത്. കളി പിന്നെയും തുടർന്നു. ഗ്രമിയോ മറുപടി ഗോളുകൾ നേടി. അവിടെ നിർത്തിയില്ല. 2ഉം 3ഉം 4ഉം ഗോളുകൾ നേടി. ഒടുവിൽ 4-1 ഗ്രമിയോ വിജയിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന പത്രത്തിന്റെ 1ാം പേജിൽ സ്റ്റാൻഡിൽ ഒറ്റയ്ക്കിരിക്കുന്ന അയാളുടെ ഒരു ചിത്രമുണ്ടായിരുന്നു. അയാളുടെ അടുത്തായി പകുതി മദ്യപിച്ച ഒരു പ്ലാസ്റ്റിക് കപ്പുമുണ്ടായിരുന്നു. എന്നെ ഒറ്റയ്ക്ക് വിടരുത് എന്നായിരുന്നു ആ ചിത്രത്തിന് കൊടുത്തിരിക്കുന്ന അടിക്കുറിപ്പ്. താമസിയാതെ ആ ചിത്രവും കഥയും ലോകമെമ്പാടും വൈറലായി. ഓൺലൈൻ കവറേജും ഒരു യൂട്യൂബ് ക്ലിപ്പും വരെ പെട്ടെന്ന് 1 മില്യൺ കാഴ്ചക്കാരെ നേടി. പക്ഷേ അത് ആ കഥയുടെ അവസാനമായിരുന്നില്ല, മറിച്ച് അതൊരു തുടക്കം മാത്രമായിരുന്നു.